സംവിധായകൻ വിനയൻ നമ്മോടൊപ്പം ചേരുന്നു. ശ്രീ വിനയൻ, താങ്കൾ വർഷങ്ങളായി കൊച്ചിയിൽ ജീവിക്കുന്ന ഒരു വ്യക്തിയാണ്. ഇത് ആദ്യമായായിരിക്കും ഇത്തരത്തിലൊരു അനുഭവം താങ്കൾക്കുണ്ടാകുക. താങ്കൾക്ക് മാത്രമല്ല, കൊച്ചി നിവാസികൾക്കെല്ലാം ഈ ഒരു പ്രശ്നത്തിന് നടുക്കാണ് അവർ കഴിയുന്നത്. തീ അണഞ്ഞിട്ടില്ല പൂർണ്ണമായും, പുകയും തീയും വീണ്ടും ആളിപ്പടരുന്ന സാഹചര്യമാണ് ഉള്ളത്. ഒപ്പം രോഗവും മാലിന്യവും ഒക്കെ പരക്കുകയാണ്. എന്താണ് താങ്കൾ ഈ ബ്രഹ്മപുരത്തെ ഈ അവസ്ഥയെക്കുറിച്ച് താങ്കൾക്ക് പ്രതികരിക്കാനുള്ളത്? ഇത് അധികാരികളുടെ ഒരു കഴിവില്ലായ്മയും അവരുടെ ബുദ്ധിമോശവും അനാസ്ഥയും ഒക്കെ കൊണ്ടുണ്ടാക്കിയ ഉണ്ടായ ഒരു മഹാദുരന്തമാണിത് എന്നുള്ളതാണ് സത്യം. ഇത് നമുക്ക് ഇതിന്റെ തീഷ്ണതയും ഇത് എത്രമാത്രം ദുരന്തപൂർണമാണെന്നുള്ളതിനെ പറ്റി അവർ ചിന്തിച്ചു കാണില്ല എന്ന് എനിക്ക് തോന്നുന്നു. ഏതായാലും ഇത് ഒരിക്കലും മാപ്പർഹിക്കാത്ത ഒരു കാര്യമാണ്. പാലാരിവട്ടത്ത് താമസിക്കുന്ന ഒരു വ്യക്തി എന്നുള്ള നിലയിൽ ഞാൻ പറയട്ടെ, ഇവിടെ ഈ ശ്വാസകോശത്തിന് അസുഖമുള്ളവർ അല്ലെ കുട്ടികൾ, ഇവർക്കൊന്നും വെളിയിലോട്ടിറങ്ങാൻ പറ്റാത്ത അവസ്ഥ. ഞങ്ങളൊക്കെ ദിവസങ്ങളോളമായി വാതിലടച്ചിട്ടിരിക്കുകയാണ്. ഇത് ഇത്രയും വലിയൊരു മാലിന്യ കൂമ്പാരം, ഒരു വലിയ പർവ്വതം പോലെ ഈ ബ്രഹ്മപുരത്ത് കൂടി വരുന്നത് ഈ അധികാരികൾ അറിഞ്ഞില്ലേ? മാത്രമല്ല, അത് സെഗ്രിഗേറ്റ് ചെയ്ത് വേണം ഇത് സംസ്കരിക്കാൻ. പ്ലാസ്റ്റിക്കും മറ്റു ഖരമാലിന്യങ്ങളും വേർതിരിക്കണം എന്നൊക്കെ ഉള്ളത് ഇവർക്ക് അറിയില്ലായിരുന്നോ? കോടിക്കണക്കിന് രൂപയ്ക്ക് ടെൻഡർ കൊടുത്തതല്ലേ? അവരെ ഇവര് സൂപ്പർവൈസ് ചെയ്യുന്നില്ലായിരുന്നോ? ഫോളോ അപ്പ് ചെയ്യുന്നില്ലായിരുന്നോ? ഇത്രയും വലിയൊരു ഒരു ഞാൻ കേട്ടു തീയെ ഉണ്ടാകുമെന്നും ഇത് ഭയങ്കര അപകടത്തിലേക്ക് പോകുമെന്നും ഒക്കെ ഫയർഫോഴ്സ് റിപ്പോർട്ട് കൊടുത്തിരുന്നു പറഞ്ഞു. എന്ത് ചെയ്തു ഇവര്? ഇവിടെയാണ് നമ്മൾ കാണേണ്ടത്. നമ്മുടെ നാട്ടിൽ പണ്ട് ധാർമ്മികത എന്നൊക്കെ പറയുന്ന ഒരു വലിയ സംഭവമായിരുന്നു. ഒരു ഭരണാധികാരി ധാർമ്മികതയുടെ പേരിൽ ആ ഭരണാധികാരി പശ്ചാത്തപിക്കും എന്നൊക്കെ നമ്മൾ കേട്ടിട്ടുണ്ട്. അത്തരം കാര്യങ്ങളൊക്കെ ഇന്നില്ല. അത് പോയി, നമ്മുടെ നാട്ടിൽ ആ സംസ്കാരമേ പോട്ടെ. പക്ഷെ ഇതാണോ? എത്ര പേരുടെ മരണത്തിനോ ദൂരവ്യാപകമായ ക്യാൻസർ പോലുള്ള അസുഖത്തിനോ ഒക്കെ കാരണമാകുന്ന ഈ ഡയോക്സിൻ പോലുള്ള വാതകം, അല്ലെങ്കിൽ അതുപോലുള്ള മാരകമായ നിരവധി വാതകങ്ങൾ ഉണ്ടാകുന്ന ഒരവസ്ഥ, അത് എങ്ങനെ ഇവിടെ ഉണ്ടായി എന്ന് മാത്രമല്ല, ഇപ്പൊ ഈ ബ്രഹ്മപുരത്ത് തന്നെ ഇപ്പൊ ഞാൻ വിവരമുള്ളവരിനെ പറ്റി പറഞ്ഞു കേട്ടതാണ്. ഈ വെള്ളം ഒഴിക്കുമ്പോ ഈ ഡയോക്സിൻ മണ്ണിലോട്ട് പോയാൽ അത് 25 വർഷം വരെ മണ്ണിൽ കിടക്കാം. വെള്ളത്തിൽ വേണമെങ്കിൽ 100 വർഷം വരെ കിടക്കാം. അപ്പൊ എൻഡോസൾഫാനൊക്കെ ദുരന്തം പോലുള്ള ഒരു ദുരന്തം ഈ നാട്ടിൽ വിതച്ചതിന്റെ ഉത്തരവാദികൾ വാചക കസരത്ത് നടത്തി ജയിക്കാൻ ശ്രമിക്കരുത്. അവർ അത് ഏറ്റുപറയണമെന്നാണ് എൻ്റെ അഭിപ്രായം. അത് നമ്മുടെ നാടിന്റെ ധാർമ്മികയുടെ ഒരാവശ്യം കൂടിയാണ്. ഇനി വരുന്ന തലമുറയ്ക്കെങ്കിലും അത് ഉണ്ടാകണമെങ്കിൽ ഇവര് ചെയ്ത തെറ്റ് ഏറ്റുപറയണമെന്നാണ് എൻ്റെ അഭിപ്രായം. ശ്രീ വിനയൻ, ബ്രഹ്മപുരത്തെ ജനങ്ങൾക്ക്, പ്രത്യേകിച്ച് ആ ജനതയ്ക്ക് എന്തുമാത്രം പിന്തുണ കിട്ടുന്നുണ്ട് എന്നത് വളരെ വലിയൊരു ചോദ്യമാണ്. കൊച്ചിയുടെ പല ഭാഗങ്ങളിലേക്കും ഈ ഒരു പുക എത്തുന്നുണ്ട്. പക്ഷേ ബ്രഹ്മപുരംകാർ എത്രയോ വർഷങ്ങളായി ഇതിൻ്റെ ഒരു തിക്തഫലം അനുഭവിക്കുകയാണ്. എല്ലാ വർഷവും തീ കത്തുന്നുണ്ട് അവിടെ, നമ്മൾ അറിയുന്നില്ലെന്നേ ഉള്ളൂ. അവിടെ തീ 1-2 ദിവസം കൊണ്ട് തീ അണയ്ക്കാൻ സാധിക്കുന്നു. ഇതിപ്പോൾ 11 ദിവസം കഴിഞ്ഞിരിക്കുന്നു തീ ആളിപ്പടരാൻ. US സഹായം തേടിയിരിക്കുകയാണ്. അമേരിക്കയിൽ നിന്ന് നിർദ്ദേശങ്ങൾ സ്വീകരിക്കുകയാണ്. നമ്മുടെ ആരോഗ്യമന്ത്രി പറയുന്നു അവിടെ പ്രശ്നങ്ങളെല്ലാം പരിഹരിച്ചു, ആശുപത്രിയിലെല്ലാ സജ്ജീകരണങ്ങളും ഏർപ്പാടാക്കിയിരിക്കുന്നു എന്നൊക്കെ പറയുന്നു. വീണ്ടും മാലിന്യ ലോറികൾ അവിടേക്ക് വന്ന് മാലിന്യം തട്ടുകയാണ്. ശ്രീ വിനയൻ, ഈ അമേരിക്കയിൽ നിന്നൊക്കെ ഉള്ള കാര്യങ്ങൾ പഠിക്കാൻ ഈ ദുരന്തം വിതച്ചതിന് ശേഷമേ ഇവർക്ക് കഴിഞ്ഞുള്ളൂ എന്നൊരു ചോദ്യമുണ്ട്. ബ്രഹ്മപുരത്തുകാരുടെ കാര്യം പറയുകയാണെങ്കിൽ അവരോട് വളരെ സഹതാപവും അവരോട് വേദനപൂർവ്വമേ അവരെ ചിന്തിക്കാൻ നമുക്ക് പറ്റുന്നുള്ളൂ. കാരണം നമ്മളെ കണക്ക് കിലോമീറ്റർ ദൂരെയുള്ള നമുക്ക് ഇത്രയും വലിയ പ്രശ്നങ്ങൾ ഉണ്ടെങ്കിൽ അവർക്ക് എന്തായിരിക്കും അവർ അനുഭവിക്കുന്ന പ്രശ്നങ്ങൾ അവിടെ നമുക്ക് ചിന്തിക്കാൻ പറ്റും. മാത്രമല്ല, ഈ സ്ഥലം ബ്രഹ്മപുരം കണ്ടെത്തിയത് തന്നെ എനിക്ക് തോന്നുന്നത് 2 നദികളുടെ ഇടയിലാണ് ഈ സ്ഥലം. സത്യത്തിൽ ആ ബ്രഹ്മപുരത്തിന് ആപ്റ്റാണോ എന്നുള്ള കാര്യമൊക്കെ നേരത്തെ ഒരു ചർച്ചയൊക്കെ വന്നിരുന്നതാണ്. ഞാനൊക്കെ അതിനകത്ത് അതിനെപ്പറ്റി ചിന്തിച്ചിരുന്നതാണ്. ഞാൻ പരസ്യമായിട്ട് പറയാൻ നമ്മൾ അതിന്റെ ടെക്നിക്കലായിട്ട് അറിയാവുന്ന ആളല്ലല്ലോ. ഞാൻ ഇത്തരം കാര്യങ്ങളെ പറ്റി പഠിക്കുകയല്ലല്ലോ നമ്മുടെ തൊഴിൽ സിനിമയായിരുന്നു. പക്ഷേ ഇതിന്റെ ഈ 2 നദികളുടെ നടുക്ക് ഇങ്ങനെ ഇത് ഡംപ് ചെയ്യുമ്പോൾ, അതുമാത്രമല്ല സുഹൃത്തെ, ഇത് മാലിന്യ സംസ്കരണ പ്ലാന്റ് എന്നാണ് പറയുന്നത്. സത്യത്തിൽ അവിടെ പ്ലാന്റ് ഒന്നുമില്ല. ഇറ്റ്സ് എ ഡംപിങ് ഏരിയ. ഒരു ഡംപിങ്ങിന് വേണ്ടി ഉപയോഗിക്കുന്ന സ്ഥലം മാത്രമായിട്ട് അത് മാറി. അപ്പൊ ഇത് മാലിന്യ സംസ്കരണം നടന്നാൽ ഇറ്റ്സ് ഓക്കെ, ആ സാധനം മാറുമായിരിക്കാം. അത് സെഗ്രിഗേറ്റ് ചെയ്യണം. ഇത്തരം കാര്യങ്ങളിൽ ഒന്നും നിഷ്കർഷ പാലിക്കാതെ ഇതിനെപ്പറ്റി ഇത്ര ദുരന്തപൂർണമായ ഒരു അവസ്ഥ ഉണ്ടാകും എന്നുള്ള ഒരു ചിന്ത പോലും ഇല്ലാതെ പോകുന്നിടത്താണ് നമ്മൾ ദീർഘവീക്ഷണമില്ലാത്ത ഭരണാധികാരികൾ ഇവരെ പുച്ഛിക്കുന്നത്. അല്ലാതെ അവരോട് പേഴ്സണലായിട്ട് ദേഷ്യം വല്ലതും ഉണ്ടായിട്ടാണോ? അവർക്ക് വേണ്ടി സംസാരിച്ചവരും അവരെ സപ്പോർട്ട് ചെയ്തവരുമാണ് നമ്മൾ പല കാര്യങ്ങളിലും.
നമ്മളിപ്പോ ഇത്തരം ഒരു പൊട്ടിത്തെറിക്ക് കാരണം ഇവരുടെ അനാസ്ഥയാണ്. അതിന് പരിഹാരം കാണേണ്ടവർ അവർ തന്നെയാണെന്നാണ് എന്റെ അഭിപ്രായം. താങ്ക് യു. ശരി, വളരെ നന്ദി ശ്രീ വിനയൻ താങ്കളുടെ പ്രതികരണത്തിന്. എന്തായാലും വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യം താങ്കൾ പറഞ്ഞു വെക്കുന്നുണ്ട്. അവിടെ ഒരു സംസ്കരണം നടക്കുന്നില്ല, ഡംപിങ് മാത്രം. ഈ മാലിന്യം, കൊച്ചിയിലെ നഗരത്തിലെ മാലിന്യവും സമീപ പ്രദേശങ്ങളിലെ മാലിന്യവും അവിടെ കൊണ്ട് നിക്ഷേപിക്കുന്നതല്ലാതെ അത് സംസ്കരിക്കുക എന്നുള്ള ഒരു കാര്യമൊന്നും അവിടെ നടക്കുന്നില്ല. അതുകൊണ്ടാണ് അത് കുന്നുകൂടി കിടക്കുന്നതും ഇത്തരത്തിലുള്ള നാശം വിതയ്ക്കുന്നതും. വളരെ നന്ദി ശ്രീ വിനയൻ താങ്കളുടെ പ്രതികരണത്തിന്.